ഹായ് ഗൈസ്, ICT 2022 മെൻറ്റർഷിപ്പിൻ്റെ മലയാളം വേർഷനിലെ 8ാമത്തെ പാർട്ട് വീഡിയോ ആണിത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു എൻട്രി മോഡലിനെ കുറിച്ചിട്ടും ഒരു എക്സാമിനെ കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ചെയ്യുന്നതായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിലേക്ക് പ്രൈസ് റൺ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ എക്സ്പെക്ടേഷൻ വിചാരിച്ച പോലെ തന്നെ. എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ ഒരു ഏരിയയിൽ നമുക്കൊരു പ്രീമിയം ഏരിയയിലേക്ക് പ്രൈസ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ 2022 എൻട്രി മോഡലിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു ബുള്ളിഷ് ക്യാൻഡലും ബെയറിഷ് ക്യാൻഡലുള്ള എൻട്രി മോഡലെല്ലാം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ലെവൽസിലേക്ക് വരുന്ന ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻട്രൽ പോയിന്റ് നമ്മൾ എന്ത് പറയും, ഇക്വിലിബ്രിയൽ പോയിന്റ് എന്നായിരിക്കും നമ്മൾ ഇതിനെ പറയുന്നുണ്ടാകുക. ഇതിൻ്റെ മുകളിലുള്ള ഏരിയ പ്രീമിയം ഏരിയ ആയിട്ടും ഡൗൺ സൈഡിലെ ഏരിയ നമ്മൾ ഡിസ്കൗണ്ട് ഏരിയ ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രീമിയം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മളിവിടെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കായിരിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഇൻ കേസ് ഒരു കാര്യം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാകുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലോ മൾട്ടിപ്പിൾ ലോസ് ക്രിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്, ഇത് ടേക്കൺ ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഏരിയന്ന് ഈ ഒരു ലെവൽ വരെ എയിം ചെയ്യുകയാണ്, അതായത് എക്സ്പെക്റ്റേഷൻ വെക്കലാണ് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ പ്ലേ ഔട്ടും കാര്യങ്ങളും നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു ഏരിയാസിലുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ്, ഈ ഒരു ലെവലിലെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും ഇവിടെയുള്ള ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 പാർട്ട് വീഡിയോ നിങ്ങൾ കാണലാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസും ഒരു മോഡൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത് 8:30ക്ക് ശേഷമാണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതും 8:30ക്ക് ശേഷമുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ശേഷമാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഈ ഒരു ഏരിയ നമുക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നിന്നാണ് നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നത്. ഈ ഒരു സിംഗ് ഹൈ ടേക്കൺ ഔട്ട് ചെയ്തതിന് ശേഷം ലോ ടൈം ഫ്രെയിമിൻ്റെ കൺഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഈ ഒരു ലൈനാണ് നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെയാണ് നമ്മൾ ടാർഗറ്റും കാര്യങ്ങൾ എയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോസ് വീണ്ടും വീണ്ടും എക്സാമ്പിൾ സഹിതം കാണിച്ചിരുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ സെക്ഷൻസിലും ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിലും വരുന്ന സമയത്ത് എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിം ഒരു മോഡൽ തന്നെ നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 മിനിറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട് അല്ലേ. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഏരിയാസ് നല്ല നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന എപ്പോഴായിരിക്കും, 8:30ക്ക് ശേഷമായിരിക്കും നമ്മളൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ടൈം ഫ്രെയിം 50 മിനിറ്റ്സ് ആണ്. നമുക്ക് 5 മിനിറ്റ്സിലേക്ക് പോയിട്ട് ആ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയുടെ ഏരിയ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെവൽസിലെ ഈ ഒരു ഏരിയ നോക്കുക. ഓക്കെ, ഈ ഒരു ടൈം എടുക്കലാണെന്നുണ്ടെങ്കിൽ 8:30ക്ക് മുന്നേ ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇവിടെയും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ടൈം ബേസ്ഡ് ആയിട്ടുള്ള ടൈം മോഡലിൽ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയാസിലായിരിക്കും നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടാകുക. 5 മിനിറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും കാണാൻ പറ്റും പ്രൈസ് ഹയർ ലെവലിലേക്ക് പോയിട്ടുണ്ട്. 8:30ക്ക് ശേഷമുള്ളൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി അതും കൂടി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് 8:30ക്ക് ശേഷമുള്ള സ്വിംഗ് ഹൈ ആൻഡ് ലോസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട് അല്ലേ. അതിനുശേഷം നമ്മൾ നോക്കുന്ന കാര്യം നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്കൊരു എന്ത് കിട്ടിയിട്ടില്ല, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യമാണ് ലോങ് ടേം ഹൈയും ഇൻ്റർമീഡിയറ്റ് ഹൈയും.
ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു ലോങ് ടേം ഹൈ ആയിട്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഒരു സ്വിംഗ് ഹൈ ആണ് നമ്മൾ ലോങ് ടേം ഹൈ ആയിട്ട് എടുക്കുന്നുണ്ടാകാം. 3 candlesticks ഫോർമേഷനെയാണ് ഒരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നുണ്ടാകാം. ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ശേഷം പ്രൈസ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്കതൊരു ലോങ് ടേം ഹൈ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് റിവേഴ്സൽ പോയിന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത്. അതിനുശേഷം വീണ്ടും ക്രിയേറ്റ് ആവുന്ന സ്വിംഗ് ഹൈയെ ഇവിടെ കണ്ടോ, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു, വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂലേക്ക് വന്നിട്ട് റിവേഴ്സ് ആവുന്ന സമയത്ത് ഇവിടെ വീണ്ടും ഒരു എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ട്, സ്വിംഗ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ്? ഒരു 3 candlesticks ഫോർമേഷനെയാണ് നമ്മളൊരു സ്വിംഗ് ഹൈ എന്ന് പറയുന്നുണ്ടാകാം. ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, നമുക്കൊരു റിവേഴ്സൽ ആയിട്ടൊരു candlesticks ഫോർമേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ലോങ് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, വീണ്ടും ഒരു ഷോർട്ട് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഈ രണ്ടാമതായി ക്രിയേറ്റ് ആയിട്ട് പറയുന്നൊരു സ്വിംഗ് ഹൈക്ക് പറയുന്ന പേരാണ് ഇന്റർമീഡിയറ്റ് ഹൈ എന്ന് പറയും. ഓക്കെ, നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട. ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്യുന്നു, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇംബാലൻസിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രി എടുത്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട ഇങ്ങനെ ടെക്നിക്കൽ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട്. ICT പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആ ഒരു കാര്യം തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ മതി. ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, പ്രൈസ് വീണ്ടും പോയിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് എവിടെ വെക്കാൻ പറ്റുന്നതാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോ നമുക്ക് ടാർഗറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഈ ഒരു ലോ എത്തുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ ഓപ്പൺ ആയിട്ടുള്ളത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാനാണ് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഡേ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് പ്രൈസ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഒന്നും കൂടി ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുന്നു, ഇവിടെ നമുക്ക് റിവേഴ്സൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ആയിട്ട് എയിം ചെയ്യാൻ പോകുന്നത്, ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുന്നത് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിക്ക് ശേഷമാണ് കൺഫർമേഷൻസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബൈ സൈഡ് വീണ്ടും എടുത്ത് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ടൈം ബേസ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ടൈമിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ലോങ് ടേം ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്, അതേപോലെ ഒരു ഇന്റർമീഡിയറ്റ് ഹൈ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മുടെ മോഡായിട്ടുള്ള ഒരു MSS, അതേപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് 2022 മോഡൽ എൻ്റർ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡലിലെ ഹൈൻ്റെ മുകളിൽ വെക്കുന്നു. ടാർഗറ്റ് ആയിട്ട് നെക്സ്റ്റ് ലെവലിൽ ഡ്രോ ഓൺ ലിക്വിഡിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു എന്തായിട്ടാണ്, ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോപ്പിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു റിവേഴ്സലായിട്ട് ഈ ഒരു ഏരിയ കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഡ്രോപ്പ് വരുന്ന സമയത്ത് തന്നെ ടാർഗറ്റും കാര്യങ്ങളും ICT ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പ്ലേ അപ്പ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് എല്ലാം കവർ ആയിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. 8:30 ശേഷം അപ്പ് സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട്. ഒരു റിവേഴ്സൽ നമുക്ക് ഈ ഒരു ഏരിയയിലൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഇവിടെ നമുക്കൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഈ ഒരു ഏരിയയിൽ ഒരു MSS കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു 3 candlesticksന്റെ സെൻട്രൽ പോയിന്റിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു 1 or 2 ടിക്സ് നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇതൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും അതേപോലെ തന്നെ ഈ ഒരു ഈക്വൽ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ ലോസിൻ്റെ താഴെ എപ്പോഴും സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും. ഈക്വൽ ഹൈസിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള ഈക്വൽ ഹൈസിൻ്റെ മുകളിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൗൺ സൈഡിലെ ഈക്വൽ ലോസ് വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് പാർഷ്യൽസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസും മോഡലും തന്നെയാണ് നമ്മളിവിടെ വീണ്ടും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സെറ്റപ്പിൽ നമുക്ക് നമ്മുടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. ICT ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത്, അതായത്
ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്ത ഒരു ട്രേഡ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്യാപ് ഡൗൺ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്ന ഏരിയയിലാണ്. ഓക്കെ, കണ്ടോ, ഈ ഒരു ഏരിയയിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഗ്യാപ് ഡൗൺ ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു പുള്ളി ടാർഗറ്റും കാര്യങ്ങളും എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിയൽ അക്കൗണ്ടിൽ നമുക്ക് ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു -2000 കാണുന്നത് ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു എമൗണ്ട് ആണ്. ഈ ഒരു ഒരു $2000 സംതിങ് കാണുന്നത്, $2700 ഒരു സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കാണിക്കുന്നത്. ഓക്കെ, ADJ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ കാണുന്നതാണ് പുള്ളി ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്. ഒരു $7675 പുള്ളി ആ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലാസ്സെല്ലാം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സെറ്റപ്പ് കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട്. നമ്മളിതൊരു സെറ്റപ്പായിട്ട് ബിൽഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളും ബിൽഡ് ചെയ്ത് എടുക്കലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റിയിൽ ന്യൂയോർക്ക് സെഷനിൽ ഫ്യൂച്ചേഴ്സിലും അതേപോലെ തന്നെ ഫോറക്സിലും മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് പുതിയ എൻട്രി ടെക്നിക്കലെല്ലാം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ.